ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്. അപ്പം നമുക്കൊരു ചെറിയൊരു ഈദ് വ്ലോഗ് കണ്ടിട്ട് വന്നാലോ. ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന മൈലാഞ്ചി ഞാനൊരു 10-15 മിനിറ്റ് നേരം മായ്ച്ചളഞ്ഞിട്ടുണ്ടായിന്. ഏകദേശം ലൈറ്റ് ഒരു ഓറഞ്ച് കളറായിട്ടുണ്ടായി. പിന്നെ ഈദെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം നമുക്ക് നല്ലൊരു കട്ടി കളർ കിട്ടിയിട്ടുണ്ടായിന്. പെരുന്നാളിന് പൊതുവെ എല്ലാവരും ഹീൽസും പിന്നെ അതുപോലെ തന്നെ നല്ല ബൂട്ട്സും കാര്യമൊക്കെ വാങ്ങൽ. ഞാൻ സാധാരണ ഹീലൊന്നും ഇല്ലാത്ത സാധാ വീട്ടിൽ നിന്ന് ഇടുന്നോത്തെ ചപ്പലേനും എടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് പിങ്ക് കളർ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ കയറുമ്പം തന്നെ ഇത് ഞാൻ ആദ്യം നോട്ട് ചെയ്തിന്. എന്നിട്ട് വേറെ ഞാൻ എടുത്ത് വെച്ചിട്ട് ഞാൻ ലാസ്റ്റ് ഇതിൽ തന്നെ എൻ്റെ കണ്ണ് പോയിട്ട് ഞാൻ ഇത് ലാസ്റ്റ് എടുത്തിട്ട് വന്നു. പിന്നെ ഇതെല്ലാം എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ രാവിലെ എടുത്തിട്ടുണ്ടായ പെരുന്നാളിന് ആഷ്കൊക്കെ ഒരുങ്ങിയിട്ട് പള്ളിയിലേക്ക് പോയി. പിന്നെ കുറേ ടൈമിന് ഒറ്റയ്ക്ക് ഉമ്മാനെ ഹെൽപ്പ് ചെയ്യലേനു. ഇതെല്ലാം കോക്ടെയിലാക്കാൻ വേണ്ടിയിട്ട് മുറിച്ചിടലും പിന്നെ ഉള്ളിയും തക്കാളിയെല്ലാം മുറിക്കാനും ആക്കാൻ. പിന്നെ മോളൊരിക്കലും വലിയ ടാസ്ക് അതിനൊക്കെ അതിനെ ഈദ് വ്ലോഗിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഓളെ ഒരുക്കി കഴിയാണ്ട് നമുക്ക് ഒരുങ്ങാൻ കഴിയില്ല. ഓളൊന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സെറ്റാവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ കുറേ ടൈം ഓളെ ബാക്കിയായി പോയിട്ടുണ്ട്. പിന്നെ ബിരിയാണീൻ്റെ വഴിക്ക് നടക്കുന്നുണ്ടായിന്. പിന്നെ ഞാൻ ആഷ്കക്കൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. പിന്നെ ആഷ്കക്കൻ്റെ വീട്ടിലെത്തി വെള്ളമെല്ലാം കുടിച്ച് പിന്നെ ഇളയമാൻ്റെയും മൂത്തുമ്മാൻ്റെ എല്ലാം വീട്ടിലെല്ലാം കയറി ഇറങ്ങി ഈദ് മുബാറക്കെല്ലാം പറഞ്ഞ് നമ്മൾ ഏകദേശം ഒരു വൈകുന്നേരം ആയതിനും വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടായി. അവിടെ നിന്ന് ഇങ്ങനെ കഥ പറഞ്ഞിരിക്കാനും ടൈം പോകാനും വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് ടൈം പോകും. പിന്നെ നമ്മളെ ഷെയ്യുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അതിൻ്റെ കേക്കെല്ലാം ഉണ്ടായിന്. കേക്ക് പൊതുവേ ഞങ്ങൾക്ക് കഴിച്ചിടാം, എന്നാലും ഞാൻ കഴിച്ചിന്. പിന്നെ കേക്കെല്ലാം തിന്ന് എഫത്തും ഷെയ്യും കുറേ ടൈം കളിക്കലും ചെയ്ത് ഉമ്മാമാനോട് കുറേ ഭർത്താനെല്ലാം പറയുന്നുണ്ടായിന് എഫത്ത്. പിന്നെ എഫത്ത് പിള്ളേരുടെ കൂടെയെല്ലാം കുറേ കളിച്ച് പിന്നെ ഷെയ്യുൻ്റെ ഉപ്പാൻ്റെ വീട്ടിലെല്ലാം പോയിട്ട് വന്നിട്ടുണ്ടായിന്. കുറച്ച് ടൈം അവൻ്റെ ഒപ്പരും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് പിന്നെ ആഷ്കക്കൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് മാങ്ങയെല്ലാം പറിച്ച് ഒരു 3-4 മാങ്ങയുള്ളൂ. അതിനെ കയ്യോടെ പൊക്കിയിട്ടുണ്ടായിന് വീട്ടിലേക്ക്. പിന്നെ ഇങ്ങനെ അവിടെ പുറത്തിരുന്ന് കുറേ കഥയെല്ലാം പറഞ്ഞ് നമ്മ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായി. വൈകുന്നേരം ആയിട്ടുണ്ടായിന് വരുമ്പോൾ. വീട്ടിൽ വന്നിട്ട് നമ്മൾ നല്ല ബിരിയാണിയും ചിക്കൻ പൊരിച്ചെല്ലാം കിട്ടിയിട്ട് നല്ലോണം കഴിച്ച്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈദ് വ്ലോഗ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.